അടുത്തിരിക്കുന്ന ബലഹീന വിശ്വാസി, രോഗങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടായിരിക്കുക, ഇന്ന് പകൽ സൗഖ്യമാക്കുന്ന ഒരു ദൈവം, ആരാധനയുടെ നടുവിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവം, രണ്ടുകൊണ്ട് മുഖംമൂടി, രണ്ടുകൊണ്ട് പറമ്പ്, രണ്ടുകൊണ്ട് പാദം കൂടി സൈന്യങ്ങളുടെ ഭൂമ പരിശുദ്ധ നാർത്തു പാടിയതുപോലെ ഇന്ന് പകൽ സ്തുതി വെളിപ്പെടുവാൻ ഒന്നിച്ചൊരു ആമീൻ പറഞ്ഞാട്ട് കർത്താവ് ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുറവുകളോ കുറ്റങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്വമേധ പാപങ്ങൾ അകറ്റണമേ കർത്താവ്. ഞങ്ങളുടെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമെന്ന് പ്രാർത്ഥന. മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി ഞങ്ങളെ ശുദ്ധീകരിക്കണം. മഹത്വം എന്ന് പകൽ വെളിപ്പെടുത്തണം യേശുവിൻ നാമത്തിൽ തന്നെ. ഒന്നിച്ചൊരാമി പറഞ്ഞാട്ട് അവന്റെ പ്രാകാരങ്ങളിൽ വരുമ്പോൾ സ്തുതിയോടും സ്തോത്രത്തോടുകൂടി അത്രേ വരേണ്ടത്. പുഷ്പങ്ങളുമായിട്ടല്ല വരാൻ കർത്താവ് പറയുന്നത്. അതിരത്തിൽ സ്തുതിയും സ്തോത്രമായിട്ട് വരണം. എന്തുകൊണ്ട്? അവൻ സ്തുതിയുടെ മേൽ വസിക്കുന്ന ദൈവമാണ്. ആർത്തു വിളിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദമുയർത്തി ഒന്നിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. തേജസ് ഇന്ന് പകൽക്കാലം വെളിപ്പെടുവാൻ, മഹത്വം ഇന്ന് പകൽ വെളിപ്പെടുവാൻ ഒന്നിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. തിരുമുൻപിൽ കാഴ്ചവെക്കുവാൻ എന്റെ സ്നേഹം മാത്രമേയുള്ളൂ. എന്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. തിരുമുൻപിൽ കാഴ്ചവെക്കുവാൻ എന്റെ സ്നേഹം മാത്രമേയുള്ളൂ. തിരുമുൻപിൽ യാഗമാക്കുവാൻ എന്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. ഇതുപോലെയോ ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലെയോ ആശ്വാസം എന്റെ നാഥന്റെ ആദിയുമേ. ഇതുപോലെയോ ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലെയോ ആശ്വാസം എന്റെ നാഥന്റെ ആദിയുമേ. സുഖപീഠം വെളിഞ്ഞു തേജസ്സിന്റെ വസ്ത്രം മുറിഞ്ഞു തന്നെ താഴ്ത്തിയോനെ. സ്വർഗസുഖം പീഠം വെളിഞ്ഞു എന്നെ തേടി വന്നവനെ. തേജസ്സിന്റെ വസ്ത്രം ഒഴിഞ്ഞു തന്നെത്താൻ താഴ്ത്തിയോനെ. ഇന്നും ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ. തേജസ്സിന്റെ പൂർണ്ണനായി ഇന്നും ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ. സ്തുതികൾക്കു യോഗ്യനായി മുൻപിൽ കാഴ്ചവെക്കുവാൻ എന്റെ സ്നേഹം മാത്രമേയുള്ളൂ. തിരുമുൻപിൽ യാഗമാക്കുവാൻ എന്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. തിരുമുൻപിൽ കാഴ്ചവെക്കുവാൻ എന്റെ സ്നേഹം മാത്രമേയുള്ളൂ. തിരുമുൻപിൽ യാഗമാക്കുവാൻ എന്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. ശബ്ദമുയർത്തി ഒന്നിച്ച് ചേർന്നൊരു ഹല്ലേലൂയ എന്ന് പറഞ്ഞാട്ട്
ഉന്നതനും ഉയർന്നവനും ശാശ്വതവാസിയുമായ കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് നമ്മെ കൂട്ടിവരുത്തിരിക്കാതെ സകലതും മറന്ന് കരങ്ങളടിച്ച് ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ ആരാധിക്കുക. വാഴ്ത്തിടുക, സ്തുതിച്ചാർത്തിടുക, അവന്റെ നാമം ഉയർത്തിടുക. പച്ചപ്പുൽ മേടുകളിൽ നടത്തുന്ന കർത്താവ് ഇന്ന് പകൽ നമ്മുടെ നടുവിൽ ഉള്ളത് കൊണ്ട് ശബ്ദപാടി ദൈവത്തെ സ്തുതിക്കുക. വാഴ്ത്തിടുക, സ്തുതിച്ചാർത്തിടുക, അവന്റെ നാമം ഉയർത്തിടുക. വാഴ്ത്തിടുക, സ്തുതിച്ചാർത്തിടുക, അവന്റെ നാമം ഉയർത്തിടുക. പച്ചപ്പുൽ മേടുകളിൽ ദിനവും പാലിപ്പാടുക എങ്ങനെ നാം. ഓ പച്ചപ്പുൽ മേടുകളിൽ ദിനവും പാലിപ്പാടുക എങ്ങനെ നാം. ഹൃദയം ഏകാഗ്രമാക്കി കണ്ണുകളടച്ച് ഈശാനമൂലം അടിക്കുമ്പോഴും ഓ ഈശാനമൂലം അടിക്കുയർന്നു. ഓ പാടുന്നു, ഓ തീയന്നു, ഓ ഈശാനമൂലം അടിക്കുയർന്നു. ഓ പാടുന്നു, Yeah.
അടികൂടാതെ ലക്ഷ്യകൂടാതെ അവർക്ക് നോക്കിയവർ പ്രഭാഷില്ല. അവരുടെ മുഖം ലക്ഷിച്ചു പോയില്ല. ലക്ഷിക്കാത്തൊരു ദൈവം നമ്മുടെ ദൈവമാകുക. എന്റെ ഭാഷയുള്ളവർ എന്റെ ഭാഷയിൽ ആരാധിക്കട്ടെ. വെറുതെ ഇരിക്കരുത്. ഇതിനകത്ത് വന്ന് വെറുതെ ഇരിക്കരുത്. കൈയടിക്കണ കൈയടിച്ച് സ്തുതിക്കണമെങ്കിൽ സ്തുതിച്ച് നമ്മുടെ കരവും ശബ്ദമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നുണ്ട്. ഒരു പുതിയ മാസത്തിന്റെ ആദ്യത്തെ ഞായറാഴ്ചയാണ് ജൂൺ മാസം. വളരെ പ്രതീക്ഷയുടെയും കണക്കുകൂട്ടലുകളുടെയും മാസമാണ്. വെള്ളിയാഴ്ച മീറ്റിംഗിൽ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടായിരിക്കും പരിശുദ്ധമ്മ ഇടപെട്ടൊരു സന്ദേശം. ചിലത് ദൈവം നമുക്ക് ഇളച്ചു തരുന്നൊരു മാസമാണ്. ഇളച്ചു തരുന്നൊരു മാസമാണ്. വിശ്വസിക്കുന്ന രാമ്യം പറഞ്ഞത് തുടങ്ങി വെച്ചതിന്റെ പൂർത്തീകരണം കാണുന്നൊരു മാസമായിരിക്കും. ഇതുവരെ നീ സ്വപ്നം കാണാത്ത വലിയ വിടുതലുകൾ നീ കാണുന്നൊരു മാസമായിരിക്കും. കൈ അടിച്ചൊന്ന് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തിട്ട് ചേർന്ന് പാടി ഒരു പാട്ടൂടെ പാടി ആത്മാവിന്റെ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ. ഈ പാട്ട് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കുക. കൈയടിച്ച സന്തോഷത്തോടെ എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. പരീക്ഷയെന്റെ ദൈവം അനുവദിക്കാം, പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷയെന്റെ ദൈവം അനുവദിക്കാം, പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്തിനെന്ന് കാര്യമായിരുന്നു ഞാൻ, എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ. പരീക്ഷയെന്റെ ദൈവം അനുവദിക്കാം, പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷയെന്റെ ദൈവം അനുവദിക്കാം, പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്തിനെന്ന് കാര്യം അറിയുന്നു ഞാൻ, എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ. ധൈര്യത്തോടെ
നന്നായി അറിയുന്നു ഞാൻ. എങ്ങനെ ദൈവാനുഭൂതിയാണെങ്കിൽ എനിക്കെതിരായോ ദൈവാനുഭൂതിയാണെങ്കിൽ സന്തോഷത്തോടെ ആർത്തുവിളിച്ച് പരീക്ഷയുടെ ദൈവമനുഭവിച്ച പരിഹാരമെനിക്കായി പരീക്ഷയുടെ ദൈവമനുഭവിച്ച പരിഹാരം
ആ കരം ഉയർത്തി സന്തോഷത്തോടെ വിളിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട് പരിശുദ്ധാത്മാവ് ഇന്ന് പകലത്തിന് നടുവിലുണ്ട്. ഞാൻ നോക്കി കാര്യങ്ങൾ എങ്ങനെ നടക്കുമെന്ന് നീ വേദനിക്കുന്നെങ്കിൽ ഒരു ദൂത് ഞാൻ തരാം. ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ 1-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ ഇതെങ്ങനെ സംഭവിക്കും? ഇത് മാനുഷികമായി ചിന്തിക്കുമ്പോൾ നടക്കത്തില്ല. പക്ഷെ ഈ ജൂൺ മാസം ഞാൻ ഉറപ്പു തരാം, പരിശുദ്ധാത്മാവിന്റെ മേൽ വരും. നിന്റെ വിഷയത്തിൽ അത്യുന്നതിന്റെ ശക്തി നേരിടാൻ പോവുകയാണ്. എനിക്കറിയത്തില്ല, ഇതിനകത്ത് ചില വ്യക്തികൾ വളരെ ഭാരപ്പെട്ടു വന്നിട്ടുണ്ട്. അവരോട് ദൈവം ദൂത് തരികയാണ്. മാനുഷികമായി ചിന്തിച്ചാൽ നടക്കത്തില്ല. എനിക്കറിയത്തില്ല, എന്തോ കർത്താവ് എന്നെ കൊണ്ട് വീണ്ടും വീണ്ടും പറയിപ്പിക്കുന്നു. ഈ ജൂൺ മാസം 6-ാം മാസം മാനുഷികമായി നടക്കാത്ത വിടുതലുകൾ പരിശുദ്ധമാത്മാവ് നിനക്ക് വേണ്ടി ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഒന്നിച്ചൊരു ആമേൻ പറഞ്ഞാട്ട്, ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട്, ദൈവത്തിന്റെ സാന്നിധ്യം ഇതിനകത്തുകൊണ്ട് കണ്ണുകടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ഇന്ന് നടുവിൽ ശക്തമായി വെളിപ്പെട്ട് നൽകുക. തുടർന്നുള്ള ശുശ്രൂഷയിൽ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകേണ്ടത് നാം ഒന്നിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ ചരിപ്പം മുന്നോട്ട് വന്ന് തുറന്നുള്ള ശുശ്രൂഷകളെ വഹിച്ചുകൊണ്ട് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിക്കാം. കാരണവാനായ സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല മനോഹരമായ സമയത്തിൻ്റെ സ്തുതിക്കുന്ന കർത്താവേ, ദേശത്തിന്റെ നാനാഭാഗത്തു നിന്ന് അങ്ങേ സത്യത്തിലോ ആത്മാവിലോ ആരാധിപ്പാൻ കർത്താവെ തിരുനാമത്തെ ഉയർത്തുവാൻ ദേശത്തിന്റെ നാനാഭാഗത്തു കൂട്ടിവരുന്ന ദൈവത്തിനായി സ്തോത്രം കർത്താവെ. ഞങ്ങളെ പൂർണ്ണമായി താഴ്ത്തി സമർപ്പിക്കുന്ന നാഥ, കഴിഞ്ഞ ആഴ്ചക്കാലം അവിടുത്തെ കൃപയിൽ ഞങ്ങളെ സൂക്ഷിച്ചല്ലോ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായിരുന്ന സ്ഥലങ്ങളിലെല്ലാം അവിടുത്തെ ദയ അവരോട് കൂടെ ഇരുന്ന് കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ ഇത്രത്തോളം മാനുഷനാർത്ഥ കൃപകൾക്കായി സ്തോത്രം കർത്താവെ. ഈ ദിവസത്തിൽ കർത്താവെ ഞങ്ങളെ കൂട്ടിവരുത്തി നാഥ അങ്ങേ സത്യത്തിൽ ആത്മാവിൽ ആരാധിപ്പാൻ്റെ കോണം കർത്താവെ. അവിടുത്തെ തിരുനാമം മഹത്വം ഇറങ്ങുന്നത് ഞങ്ങൾ കാണുവാൻ്റെ കോണം ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. തുടർന്ന് തിരു സാന്നിധ്യം കൂടെ ഇരിക്കുകയാണ് പ്രാർത്ഥിക്കുന്ന നാഥ. തിരുമേശ കർത്താവെ ഞങ്ങൾക്ക് ഭാഗവാക്കുവാൻ കർത്താവെ അവിടുത്തെ പുനരാഗമനത്തെ ഞങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് അതിൽ ഞങ്ങൾ ഭയത്തോടുകൂടി ഭക്തിയോടുകൂടി അതിൽ സംബന്ധിപ്പാൻ തക്കണം ഞങ്ങൾ ഏവരെ അവിടെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. തിരു സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ യൗവനക്കാരെ എല്ലാം താഴ്ത്തി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പൈതങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വൃദ്ധജനങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഈ കൂടിയവരെ ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കാൻ സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുത്തെ ദേവദാസന്മാർക്ക് കൂടെ കർത്താവെ നിങ്ങൾക്ക് അവിടുന്ന് കൊടുത്തിരിക്കുന്ന ദൂത് കർത്താവെ അത് അതിശക്തിയോടെ അവിടുത്തെ കർത്താവെ ഏറ്റവും മഹത്വകരമായ രീതിയിൽ അത് കർത്താവ് ഞങ്ങൾ കൈമാറുവാൻ കൊണ്ട് സഹായിക്കണം പ്രാർത്ഥിക്കുന്ന സ്തോത്രം. കർത്താവ് ഞങ്ങൾ ഏവരെയും താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവ് തുറന്നും ഒരു സാന്നിധ്യം നിങ്ങളോട് കൂടെ ഇരിക്കണം പ്രാർത്ഥിക്കുന്ന മാനമൂലത്തെ ഞങ്ങൾ അങ്ങേക്ക് കരയുന്നു. സകല ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു രക്ഷകന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗസ്ഥ പിതാവേ. സന്തോഷത്തോടെ ആമേൻ പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു, ജഡ സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ ബാക്കി അറിയുന്നവർക്ക് പറഞ്ഞാൽ ആർക്ക്? ജഡ സ്വഭാവം ഉള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. അപ്പൊ നമ്മുടെ പർപ്പസ് എന്താണ്? ഇന്ന് വന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കണം. എന്ത് ചെയ്താൽ ദൈവം പ്രസാദിക്കും? രാവിലെ വരുമ്പോൾ തെറ്റിൽ നിന്നും നല്ല ഒരു തെറ്റിക്കപ്പ് അല്ലെങ്കിൽ പൂവെല്ലാം ഒടിച്ചോണ്ട് വന്ന ദൈവത്തിന്റെ മുമ്പിൽ ഇട്ട ദൈവം പ്രസാദിക്കുമോ? ഇല്ല. വരുന്ന വഴിക്കൊരു 10 കൂട് മെഴുകുതിരി വാങ്ങിച്ചോണ്ട് വന്നു കത്തിച്ചാൽ ദൈവം പ്രസാദിക്കുമോ? ഇല്ല. ഒരു കുപ്പി എണ്ണ ദൈവത്തിന്റെ മുമ്പിൽ ഒഴിച്ചാൽ ദൈവം പ്രസാദിക്കുമോ? ഇല്ല. ദൈവത്തിന്റെ മുമ്പിൽ കിടന്ന് ഉരുണ്ടാൽ ദൈവം പ്രസാദിക്കുമോ? ഇല്ല. പിന്നെ ദൈവം പ്രസാദിക്കുന്നത് എങ്ങനെയാണ്? റോമലേഖനം 12-ാം അധ്യായത്തിൽ വായിക്കുന്നു, സഹോദരന്മാരെ, നിങ്ങളുടെ ശരീരങ്ങളെ കള്ളുകുടിക്കുകയും പുകവലിക്കുകയും മദ്യപിക്കുകയും ചെയ്യുന്നവന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. കാരണം കുറ്റബോധം അവനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഈ ശരീരം കൊണ്ടാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. എങ്ങനെ വചനം പറയുന്നു? സഹോദരന്മാരെ, നിങ്ങളുടെ ശരീരങ്ങളെ ജീവൻ ഉണ്ടായിരിക്കണം. ശരീരത്തിൽ എന്തുണ്ടായിരിക്കണം? ജീവനില്ലാത്തവരാരും ഇതിനകത്തില്ല. ജീവനില്ലായിരുന്നെങ്കിൽ മോർച്ചറി കൊണ്ടുവച്ചേനെ. അപ്പൊ ശരീരത്തിൽ എന്തുണ്ടായിരിക്കണം? ജീവനുണ്ട്. ജീവനും വിശുദ്ധി വേണം. ജീവനും വേണം, വിശുദ്ധിയും വേണം. രണ്ടും വേണം. ജീവൻ ചിലർക്കുണ്ട്, പക്ഷെ എന്ത് കാണത്തില്ല?
വിശുദ്ധി കാണും. ചിലർക്ക് വിശുദ്ധി കാണും, പിന്നെ എന്ത് കാണത്തില്ല? കാണത്തില്ല. ഇങ്ങനെ വിശുദ്ധരായിട്ട് വെള്ളയൊക്കെ ധരിച്ചുകൊണ്ട് വെള്ള സാരിയും വെള്ളമൊക്കെ എടുത്തുകൊണ്ട് മീശയൊക്കെ വടിച്ച് കളഞ്ഞിട്ട് ആരെ കണ്ടാലും ഇങ്ങനെയൊക്കെ എന്തൊരു താഴ്മയാന്ന് പറയല്ലേ. അതല്ല ആത്മീയത്തിലെ ലക്ഷണം. നിന്റെ അകത്ത് മാറ്റം ഉണ്ടാകണം. ജീവനും വിശുദ്ധിയും. അടുത്തത് ദൈവത്തിന് എന്താണ് പ്രസാദം? ദൈവത്തിന് എന്താണ് ദൈവത്തിന് പ്രസാദം? ജീവനും വിശുദ്ധിയും ഉള്ള ആരാധനയാണ് ദൈവത്തിന്റെ പ്രസാദം. ഒരാമി പറഞ്ഞാട്ടെ, ഒരിക്കൽ കൂടെ ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞാട്ടെ. ആരാധനയിൽ ജീവനും വേണം, വിശുദ്ധിയും വേണം. ജീവനും വിശുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ദൈവം മുമ്പിൽ എന്ത് ചെയ്യണം? അടുത്ത വാക്യമാണ്, ഈ ലോകത്തിന് അനുരൂപരാകരുത്. അപ്പൊ റോമലേഖനം പറയുന്നു, ജഡസ്വഭാവമുള്ളവർക്ക് കർത്താവിനെ പ്രസാദിപ്പിക്കാൻ ഒക്കത്തില്ല. എന്താണ് ജഡത്തിന്റെ സ്വഭാവം? ഗലാത്യ ലേഖനത്തിലുണ്ട് 5-ാം അധ്യായത്തിൽ ജഡത്തിന്റെ സ്വഭാവം പക. ഇല്ലാത്തൊരു ആമീൻ പറഞ്ഞാട്ടെ. ആരും പറഞ്ഞില്ല. ആരോ 1-2 പേര് പറഞ്ഞു. ആരോടും പകയില്ലെങ്കിൽ ഒരു ആമീൻ പറഞ്ഞാട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞോണ്ട് ഒന്നുകൂടെ പറഞ്ഞു, പക വെച്ചുകൊണ്ടിരിക്കരുത്. നിന്റെ സഹോദരനോട് നീയെ പക വെച്ചോണ്ടിരിക്കരുത്. പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, അത് കൂടുതൽ ആർക്കാവുള്ള? പിള്ളേർക്കാ. വേണമെന്ന് പറഞ്ഞാൽ അത് സാധിച്ചോണ്ടേ പോകത്തുള്ളൂ. കഴിഞ്ഞ ദിവസം കണ്ടോ, ലോൺ എടുത്തൊരു ബൈക്ക് അവര് പിടിച്ചോണ്ട് അടയ്ക്കാത്തത് കൊണ്ട് ചെറുക്കൻ ബാങ്കിന്റെ മുമ്പിൽ കിടന്ന് കരയിൽ എന്റെ ബൈക്ക് കൊണ്ട് പോയെന്നും പറഞ്ഞു. ശാഠ്യമാണ്, വഴക്കാണ്, ബഹളമാണ്. അത് കിട്ടിയേ പറ്റത്തുള്ളൂ. ശാഠ്യം, ദ്വന്ദ്വപക്ഷം, പക്ഷം പിടിക്കുക. പറയാൻ പോയാൽ ആരാധന മങ്ങിപ്പോ, അതുകൊണ്ട് അത് പറയുന്നില്ല. അപ്പൊ ജഡത്തിന്റെ സ്വഭാവം എന്ത് ചെയ്യണം? പാകയൊന്നും വച്ചോണ്ടിരിക്കരുത്. എത്ര മണിക്കൂറുണ്ട്, എത്ര ദിവസമുണ്ട്? ഒരു 100 വർഷം ജീവിച്ചിരിക്കാൻ ഉറപ്പുള്ളവരുണ്ടോ? ഇല്ല. അകത്തേക്ക് എടുക്കുന്ന ശ്വാസം പുറത്തേക്ക് വിടാൻ കഴിയില്ലെങ്കിൽ നിന്റെ പേരെന്തുവാ? ശവം. എപ്പോഴും ശവം എടുക്കുന്നെന്നാ ചോദിക്കുന്നത്. ശവം വന്നോ? അല്ലേ? അച്ചായൻ വന്നോന്നാണോ ചോദിക്കുന്നത്? അല്ല, പിന്നെന്താ ചോദിക്കുന്നത്? ശവം കൊണ്ടുവന്നോ? ശവം എപ്പോഴെടുക്കുന്നത്? പേരെന്തുവാ? ഇപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ നല്ല പേരൊക്കെ ഇട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. ശ്രദ്ധിച്ചു കേൾക്കണം. പക കളയണം. ആരോടെങ്കിലും പകയുണ്ടെന്ന് നീ കളയണം. പക വെച്ചോണ്ടിരുന്നാൽ നീ അനുഗ്രഹിക്കപ്പെടത്തില്ല. പക രോഗങ്ങൾക്ക് കാരണമാകും. ഏത് രോഗം? അൾസർ എന്ന രോഗം. നിന്റെ ശരീരം രോഗത്തിന് അടിമപ്പെടും. പക വെക്കരുത്. പിണക്കം വെച്ചോണ്ടിരിക്കരുത്. നമ്മളൊരു പുതിയ ചർച്ച, ഒരു പുതിയ തുടക്കമാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യരുത്? പിണക്കം വെച്ചോണ്ടിരിക്കരുത്. കൈ കൊടുത്തേക്കണം. നിന്നോട് വൈരാഗ്യം ഉണ്ടെങ്കിൽ നീ കൈ കൊടുത്തേക്കണം. നീ വിട്ടുകളയണം. പിണക്കം വെക്കരുത്. ഹലോ, നമ്മൾ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കണം. എന്താ ആത്മാവിന്റെ ഫലം? സ്നേഹം. ഉറക്കെ പറഞ്ഞേ. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, ഇന്ദ്രിയ ജയം. ഇന്ദ്രിയ ജയം വേണം. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് കള്ളു കുടിക്കുന്നവരാണെങ്കിൽ രക്ഷിക്കപ്പെട്ട കള്ളു കുടിച്ചാൽ നിന്റെ നടുവിലുണ്ട് കർത്താവ് അടിക്കും. നീ രോഗിയായി മാറും. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് പുക വലിച്ചോ, കഞ്ചാവും കള്ളും ഒക്കെ വലിച്ചു. പക്ഷേ വിശ്വാസത്തിൽ വന്ന ശേഷം ജഡത്തെ സൂക്ഷിച്ചില്ലെങ്കിൽ അടി ഉറപ്പാണ്. അതുകൊണ്ട് ആത്മാവിൽ ഞാൻ തരുന്ന ദൂത്, പകയും പിണക്കവും വെച്ചുകൊണ്ടിനകത്ത് ഒരൊറ്റ വ്യക്തി ആരാധിക്കരുത്. പകയും പിണക്കം വെച്ചുകൊണ്ട് കർത്തൃമേശ എടുക്കരുത്. പകയും പിണക്കം വെച്ചുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം പറയരുത്. മനുഷ്യന്റെ മുമ്പിൽ നിനക്ക് പ്രദർശനം കാണിക്കാം, പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ നീ കുറ്റവാളിയായി മാറും. അതുകൊണ്ട് ഇന്ന് പകൽ നമ്മൾ വന്ന എന്തിനു വേണ്ടിയാ? ദൈവത്തെ പ്രസാദിപ്പിക്കാം. എന്തിനാ വന്നത്? ഉറക്കെ പറഞ്ഞേ. ദൈവത്തെ പ്രസാദിപ്പിക്കണം. അപ്പൊ ദൈവത്തെ പ്രസാദിപ്പിക്കുമ്പോ സ്തോത്രം പറയുന്നത് ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യണം? സ്തോത്രം പറയണം. സ്തോത്രം എന്ന യാഗമർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം പറയണം. കൈയടിക്കുന്ന ദൈവത്തിന് ഇഷ്ടമാണ്, എന്ത് ചെയ്യണം? കൈയടിക്കണം. എഴുന്നേറ്റ് നിന്ന് ആരാധിക്കുന്ന ഇഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യണം? മുട്ടയിൽ നിന്ന് ആരാധിക്കുന്ന ഇഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യണം? കമണും വീട് കിടന്ന് ആരാധിക്കുക. ദൈവ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ ആ സാന്നിധ്യം വീഴ്പാൻ കഴിയാതെ ദൈവ മുമ്പിൽ വീട് കിടന്ന് ആരാധിക്കുകയാണെങ്കിൽ അത് ചെയ്യണം. ആരോടെങ്കിലും പടക്കം ഉണ്ടെങ്കിൽ ആ സാന്നിധ്യത്തിൽ ഓടി വന്ന് പറയണം, ക്ഷമിക്കണം, അടുത്ത മണിക്കൂർ എനിക്കുണ്ടെന്ന് ഉറപ്പില്ല. രാവിലെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ജോലിക്ക് ഒരു ചെറുപ്പക്കാരന്റെ ഫോൺ വിൽ കോളാണ് വീട്ടിൽ വന്നത്. എതിരെ വരുന്ന വണ്ടിയുമായി കൂട്ടിയിടിച്ചു. വണ്ടിയുടെ അടി വീണു. ചതഞ്ഞ് അരഞ്ഞ് മരിച്ചുപോയി. ബോഡി പോലും എടുക്കാൻ പറ്റിയില്ല.
ആമേൻ. ഫയർഫോഴ്സുകാർ വന്നു ആ റോഡിൽ നിന്ന് പൊടി വലിച്ചെടുക്കുകയായിരുന്നു. ഇവിടെ നിൽക്കാൻ ഒക്കത്തില്ല, ഉറപ്പില്ല. അതുകൊണ്ട് ദൈവം പറയുന്നത് നീ ദൈവത്തെ പ്രസാദിപ്പിക്കണം. ഒന്നിച്ചു ആമേൻ പറഞ്ഞാട്ട്. ഞങ്ങൾ ദൈവദാസന്മാർ ദൈവത്തിന്റെ ആത്മാവിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുത്താൽ വചനത്തിനു മുമ്പിൽ വിറയ്ക്കുന്നവനെ ദൈവം എന്ത് ചെയ്യും? കടാക്ഷിക്കും. വചനത്തിനു മുമ്പിൽ വിറയ്ക്കുന്നവനെ ദൈവം വിട്ടുകളയണം. എല്ലാം മറന്നു ദൈവത്തെ ആരാധിക്കണം. ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങൾ വിചാരിക്കും പാട്ടിന് മുമ്പ്, വർഷിപ്പിന് മുമ്പ് പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ ശക്തമായി പറഞ്ഞതുകൊണ്ടാണ് പറഞ്ഞത്. ദൈവത്തെ പ്രസാദിപ്പിക്കണം. നമ്മൾ എന്തിനാ വന്നത്? അവർക്ക് പറഞ്ഞാട്ട് എങ്ങനെ പ്രസാദിപ്പിക്കണം? നൃത്തം ചെയ്ത് ആരാധിക്കുന്ന ഇഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഇന്നൊരു സ്ഥലം പരിമിതി ഉണ്ടെന്നേ ഉള്ളൂ. നൃത്തം ചെയ്ത് ആരാധിക്കണം. കുഞ്ഞുങ്ങൾ കൊയറൊക്കെ നന്നായിട്ട് കൈയടിച്ച് ആരാധിക്കണം, ഒച്ച വെച്ച് ആരാധിക്കണം. ദൈവ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ സകലതും മറന്നവനെ ആരാധിക്കണം. ദാവീദ് പെട്ടകം കണ്ട കുതിച്ചു ചാടി ആരാധിക്കുന്നത്. എന്നെ ഇത്രത്തോളം കൊണ്ടുവരാൻ എന്തുള്ളൂ? നിന്റെ 20 വർഷം മുമ്പ് പുറകോട്ട് നോക്ക്. ഒരു കുടിനകത്ത് ഒരു നിവൃത്തിയില്ലാതെ എങ്ങോട്ട് പോകണമെന്നറിയാതെ ദുഃഖിച്ച് നടന്ന വേളകൾ നിനക്കില്ലേ? ദൈവം നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം തന്നപ്പോ ഞാൻ വലിയവൻ എന്നുള്ള ഭാവത്തിലല്ല, ഒന്നുമില്ല കർത്താവ് എന്നുള്ള ഭാവത്തിൽ ഹൃദയം തുറന്ന് ദൈവത്തെ ആരാധിക്കുക. ആ കയ്യൊന്ന് അടിച്ചു ദൈവത്തിന് സ്തോത്രം കൊടുത്താട്ട് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നവരെല്ലാം എഴുന്നേറ്റ് നിന്ന് എന്റെ നിക്ഷേപം നീ തന്നെ, എന്റെ ഹൃദയം നിന്നിൽ തന്നെ. ആ പാട്ട് ചേർന്ന് പാടി ആത്മാവിൽ നിറഞ്ഞ് നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. എന്റെ നിക്ഷേപം നീ തന്നെ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നീ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നീ തന്നെയാ. യേശുവേ ഹൃദയത്തെ ഹൃദയോടെ, ഹൃദയത്തെ കരമാനേ. യേശുവേ ഹൃദയത്തെ ഹൃദയോടെ, ഹൃദയത്തെ കരമാനേ. വേഗത്തിൽ വാഴുവേ, വേഗത്തിൽ വാഴുവേ, എന്റെ ചോദി
സന്തോഷത്തോടെ ആ കൈകളും ഉയർത്തിപ്പിടിച്ച് എന്നിട്ട് അപ്പന്റെ മുഖത്തേക്ക് നോക്കിക്കേ. നിന്നെ നോക്കിയവൻ പുഞ്ചിരിതു. മരണത്തിനും ആപത്തിനും അപകടത്തിനും വിട്ടുകൊടുക്കാം. സഹോദര സഹോദരി, നീ അറിയാതെ നിന്നെ സംരക്ഷിച്ചു. പാമ്പുകടിയേറ്റ് മരിക്കേണ്ട സ്ഥാനത്ത്, അപകടത്തിൽപ്പെട്ട് മരിക്കേണ്ട സ്ഥാനത്ത്, നീ കിടന്നുറങ്ങിയ വീടിനകത്ത് സർപ്പങ്ങൾ ഉണ്ടായിരുന്നു. അപകടത്തെ മുന്നിൽ നിന്നെ തള്ളിയിട്ട് അസ്ഥി ഓടിക്കാൻ പിശാച് പ്ലാൻ ചെയ്തതാ. കഴിഞ്ഞ ആഴ്ച നീ വണ്ടി ഓടിച്ചു വന്നപ്പോൾ നിന്റെ കയ്യിൽ നിന്ന് വണ്ടിയൊന്ന് പാളിയതാ. പക്ഷെ വിട്ടുകൊടുക്കാതെ സംരക്ഷിച്ച ദൈവത്തെ നന്ദിയുള്ള ഹൃദയത്തോടെ ഇന്നലെ ഭൂമി പാർത്തിരുന്നവർ
എത്ര പേർ ലോകം വിട്ടുപോ. അറിയാവുന്നത് പഠിക്കുകയും ഇന്നലെ ഒരിക്കൽ കൂടെ ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവ എത്ര പേർ ലോകം. ഓ ഇന്നലെ ഭൂവിൽ പാർത്തിരുന്ന എത്ര പേർ എന്നാലും എന്നാലും നമുക്കൊരു ദിവസം കൂടെ തന്നിരിക്കട്ടെ. നന്ദിയാലുള്ള തുടിച്ചിടുന്നു തള്ളയ മേശുകാരുണ്യം. നന്ദിയാലുള്ള തള്ളയ മേശുകാരുണ്യം. ഓരോന്നോരോന്നീതു നല്ല സന്ദർഭമാകുന്നു. അടുത്തലയും ചേർന്ന് പാടാമോ? നഗ്നനായി നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു, നഗ്നനായി തന്നെ ഓർക്കുവിൻ. ഒന്ന് കണ്ടു നോക്കിക്കേ. നഗ്നനായി വന്നു, നഗ്നനായി ഓർക്കുമേ. ലോകത്തിൽ എനിക്ക് ഇന്ന് നീ ഉണ്ടാക്കിയ വീടും ഇന്ന് നീ ഉണ്ടാക്കിയ കാറും എല്ലാം കളഞ്ഞിട്ട് പോകുന്ന ദിവസം എന്റെ കൂടെ ഓ മാരുവിൽ നിന്നോ പ്രിയന്റെ ചാരി വരുന്നോ ഇവരുമോ. ഓ മാരുവിൽ നിന്നോ പ്രിയന്റെ ചാരി വരുന്നോ ഇവരുമോ. വാനത്തിൽ കൂടെ പോകുന്നേ ഞാനും സുന്ദര. അതിനു വേണ്ടി പള്ളി കാപ്പരെല്ലാം വിട്ടത്. വാനത്തിൽ കൂടെ പോകുന്നേ. അടുത്ത പ്രത്യാശയുടെ ലൈന കൊടുക്കാത്തോട്ട്. ഓ കൊടുങ്കാറ്റുണ്ടി വാനദേശത്ത് പ്രിയനെ എന്നെ വീടല്ലേ. പിടിച്ചോ, കേൾ പിടിച്ചോ. കൊടുങ്കാറ്റുണ്ടി വാനദേശത്ത് പ്രിയനെ എന്നെ വീടല്ലേ. കൊതിയോടു ഞാൻ വരുന്നേ
ഒന്ന് ഉയർത്തിപ്പിടിച്ച് രണ്ട് കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ച്. ഈ പാട്ടൊക്കെ ക്രൈസ്തവരുടെ വീടുകളിൽ നിന്ന് രാവിലെ കേൾക്കുന്ന പാട്ടാണ്. ഇന്ന് പാടിയിട്ട് എത്ര പേര് ഞാൻ നോക്കി, 5-6 പേരെ പാടിയുള്ളൂ. ബാക്കി അവർക്ക് എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. പട്ടിയോട് പാടുന്ന പാട്ട്. ഇന്നലെ ഇവിടെ ജീവിച്ചിരുന്നവരെന്നും ഇല്ല. പോകുമൊന്നും തന്നും വിടത്തില്ല, എത്ര സ്നേഹമുള്ളവരാണെങ്കിലും. അതുകൊണ്ട് കർത്താവേ, ഈ കൊടുങ്കാറ്റുള്ള ലോകത്തിൽ വീണു പോകാൻ അനുവദിക്കരുത്. ഇപ്പോഴത്തെ കണക്കൂട്ടലുകൾ തെറ്റാനൊരു സെക്കൻഡ് മതി കേട്ടോ. അതുകൊണ്ട് കൈ ഉയർത്തി പറ, കർത്താവേ, ഇതാ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ഞാൻ ചൊല്ലി തരുന്ന പ്രാർത്ഥന എല്ലാവരും ഒന്ന് ഏറ്റു പറയണം. കുഞ്ഞുങ്ങൾ തൊട്ട് എല്ലാവരും ഏറ്റു പറയണം. പ്രിയ കർത്താവേ, നല്ല ശബ്ദത്തിൽ പറഞ്ഞാട്ട്, പ്രിയ കർത്താവേ, അങ്ങേയ്ക്കായി ഒരിക്കൽ കൂടെ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. എന്റെ ജീവിതം അങ്ങേ പ്രസാദിപ്പിക്കുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുക. ദൈവരാജ്യത്തിന് വേണ്ടി അവിടെ തന്നെ ഒരുക്കണമേ. എന്റെ ജീവിതം വിശുദ്ധവും പവിത്രമാകുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആ കൈയൊന്നടിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് നിൽപ്പ് നിന്നുകൊണ്ട് 116 സങ്കീർത്തനം വാക്യപ്രതി വാക്യമായി വായിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 116 സങ്കീർത്തനം. സങ്കീർത്തനം 116. യഹോവ എന്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകളെ പിടിച്ചു. ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. യഹോവ കൃപയും നീതിയുള്ളവൻ, നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കാൻ യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. ഞാൻ ജീവനുള്ള ദേശത്ത് യഹോവയുടെ മുമ്പാകെ നടക്കും. സകല മനുഷ്യരും ഭോഷ്കു പറയുമെന്ന് ഞാൻ എന്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. എന്റെ ഭക്തന്മാരുടെ മരണ യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. ഞാൻ നിനക്ക് സ്വത്രയാഗം കഴിച്ച് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ചേർന്ന് വായിക്കാൻ ഞാൻ യഹോവയ്ക്ക് എന്റെ നേർച്ചകളെ അവന്റെ സകല ജനകാനുഭവേ ശുദ്ധി കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട്, വാ തുറന്ന് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട്, ആയുസോടെ കൊണ്ടുവന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആരോഗ്യത്തോടെ കൊണ്ടുവന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ കണ്ണിനെ കണ്ണുനീരിന് പിടിവിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ കാലിനെ വീഴ്ച രക്ഷിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഭക്ഷിപ്പാൻ ആഹാരം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കുടിക്കുവാൻ വെള്ളം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പാർക്കുവാൻ പാർപ്പിടം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ധരിപ്പാൻ വസ്ത്രം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരാഴ്ച അത്ഭുതകരമായ ദൈവം നടത്തിയത് കൊണ്ട് സ്തോത്രം ചെയ്യാം. നമ്മുടെ വീട്ടിൽ ഒരാൾ പോലും കുറയാതെ ദൈവം നടത്തിയത് കൊണ്ട് സ്തോത്രം ചെയ്യാം. ശത്രു തള്ളിയെങ്കിലും ദൈവം താങ്ങിയതിനായി സ്തോത്രം ചെയ്യാം. നന്ദിയുള്ള ഹൃദയത്തോട് അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവേ, നിങ്ങളുടെ സാന്നിധ്യം ഇവിടെ നിറഞ്ഞ ആവശ്യം നല്ല ആരാധന ഞങ്ങൾക്ക് നിങ്ങളുടെ സങ്കീർത്തനം തന്നു. പരിശുദ്ധാത്മാവ് സംസാരിക്കണം. യേശുവിൻ നാമത്തിൽ നല്ല പിതാവേ, എല്ലാവരുടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പുതിയ മാസത്തിന്റെ ആദ്യത്തെ ഞായറാഴ്ച നമുക്ക് ഒരുമിച്ച് വിശുദ്ധ സഭായോഗമായി കടന്നു വരുവാൻ ദൈവം തന്ന അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. അനുഗ്രഹപ്പെട്ട ആരാധന ഇന്ന് പകൽ ദൈവം നമുക്ക് തന്നു. ദൈവ സാന്നിധ്യം ഈ ഹോളിനകത്തുള്ളതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വിശ്വാസി കുടുംബങ്ങളെല്ലാം ദൈവം അത്ഭുതകരമായി നടത്തി. ഒരാൾ പോലും കുറയാതെ ഒരാഴ്ചയും കൂടെ ദൈവം നടത്തിയതുകൊണ്ട് സ്തോത്രം ചെയ്യുകയാണ്. വളരെ പ്രാർത്ഥനയോട് നമുക്ക് ദൈവത്തിലായിരിക്കാം. ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഹോളിനകത്ത് അടുത്തിരിക്കുന്നവരെ നോക്കാതെ, ഇടവും ബലവും നോക്കാതെ ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. വ്യക്തിപരമായി ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. 116 സങ്കീർത്തനമാണ്
ഇന്ന് വായിപ്പാൻ പരിശുദ്ധാത്മാവ് എനിക്ക് നിയോഗം തന്നത്. തുടർന്നുള്ള അല്പസമയം പ്രാർത്ഥനയോടെ നമുക്ക് വചനത്തിന് മുമ്പാകെ ആയിരിക്കാം. 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുമ്പാകെ നടക്കും. ഞാൻ വലിയ കഷ്ടതയിലായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. സകല മനുഷ്യരും കോട്ടു പറയുന്നു എന്ന് ഞാൻ എന്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവരെന്ത് പകരം കൊടുക്കും. എല്ലാവരും നോക്കിക്കേ, ആ വചനം നോക്കിക്കേ. 116 സങ്കീർത്തനം 7 മുതൽ 12 വരെ നോക്കിക്കേ. എന്മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക. പറഞ്ഞാണ്, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. നീ എൻ്റെ പ്രാണനെ മറക്കുന്നു, എൻ്റെ കണ്ണിനെ കണ്ണുനീരുന്നു, എൻ്റെ കാലിനെ വെച്ച് രക്ഷിച്ചിരിക്കുന്നു. ഞാൻ ജീവനുള്ള ദേശത്ത് യഹോവയുടെ നടക്കും. ഞാൻ വലിയ കഷ്ടതരായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. സകല മനുഷ്യരും പോഷ്ക് പറയുന്നു എന്ന് ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾ ഞാൻ അവനെന്ത്. 12-ാം വാക്യത്തിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ഞാൻ അവന് എന്ത്? നിങ്ങൾ എന്ത് കൊടുക്കും ദൈവത്തിന്? ദാവീദ് ചോദിക്കാൻ, ഞാൻ അവന് എന്ത്? പറ. നിങ്ങളുടെ ആയുസ്സിൽ നിങ്ങൾ എന്ത് കൊടുക്കും ദൈവത്തിന്? എന്തിനാ ദൈവത്തിന് കൊടുക്കേണ്ടത്? ആ വാക്യത്തിൽ പറയുന്നു, യഹോവ എനിക്ക് ചെയ്ത എന്തൊക്കെ ഉപകാരങ്ങളാണ് ദൈവം നിന്റെ വീട്ടിൽ ചെയ്തത്? നീ എന്ത് തിരിച്ചു കൊടുക്കും? ഒരു 50,000 രൂപ കൊടുത്താൽ മതിയോ? ഒരാൾക്ക് വീട് കൊടുത്താൽ മതിയോ? എന്ത് തിരിച്ചു കൊടുക്കും? കാരണം നീ എന്തു കൊടുത്താലും അത് മുതലാവത്തില്ല. അതിനേക്കാൾ വലിയ ഉപകാരമാണ് ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നത്. ഇന്ന് രാവിലെ ഈ സങ്കീർത്തനം വായിപ്പാൻ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞത്. ദാവീദ് പറയുന്നു, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്ന് പകൽ അവരവരൊന്ന് ഓർക്കട്ടെ. നീ എവിടെ കിടന്ന വ്യക്തിയായിരുന്നു? ഏത് വീട്ടിൽ കിടന്ന വ്യക്തിയായിരുന്നു? എന്നേ നീ ഭൂമിയിൽ നിന്ന് പോകേണ്ടവളല്ലേ? എന്നേ നീ വിധവയാകേണ്ടവളല്ലേ? എന്നേ നീ തകർന്നു പോകേണ്ട വ്യക്തിയല്ലേ? പക്ഷെ ഇന്ന് പകലും പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ദൈവം ഉപകാരം ചെയ്ത് ആയുസോടെ നിന്നെ നിർത്തിയെങ്കിൽ കർത്താവ് ചോദിക്കുന്നു, നീ ദൈവത്തിന് തിരിച്ചെന്തു കൊടുക്കും? എന്താ നീ തിരിച്ച് ദൈവത്തിന് കൊടുക്കുന്നത്? ഇതിനകത്ത് വലിയ ദൂതുകൾ വരുന്നത്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. എന്താ നീ ദൈവത്തിന് തിരിച്ചു കൊടുക്കുന്നത്? എന്താ ദൈവം ചെയ്ത ഉപകാരം? വീട് തന്നതാണോ? സമ്പത്ത് തന്നതാണോ? വസ്തു തന്നതാണോ? കാറ് തന്നതാണോ? ആണോ കുഞ്ഞെ? എന്താ ദൈവം നിനക്ക് ചെയ്ത ഉപകാരം? അതെല്ലാവർക്കും ഉണ്ടല്ലോ. നമ്മളെക്കാൾ വലിയ വീടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. 3-4 നിലയുള്ള വീടുകൾ, 3-4 കാറുള്ളവരിവിടെ ഉണ്ട്. ഏക്കർ കണക്കിന് വസ്തു ഉള്ളവരുണ്ട്. ഇഷ്ടംപോലെ സാമ്പത്തികമുള്ളവരുണ്ട്. അതാണോ ദൈവം ചെയ്ത ഉപകാരം? സൂര്യനെ ദൈവം എല്ലാവർക്കും വേണ്ടിയാണ് കൊടുക്കുന്നത്. ചന്ദ്രനെ ദൈവം എല്ലാവർക്കും വേണ്ടിയാണ് കൊടുക്കുന്നത്. മഴയെ ദൈവം എല്ലാവർക്കും വേണ്ടിയാണ് കൊടുക്കുന്നത്. പക്ഷെ എന്താ ദൈവം ചെയ്ത ഉപകാരം? എന്താ? 8-ാമത്തെ വാക്യം, നീ എന്റെ പ്രാണനെ എല്ലാ ദൈവമക്കളും വാതർന്ന് പറഞ്ഞാട്ട്, നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. വാതർന്ന് സ്വന്തം പറ. ഒരു വീട് തന്നലല്ല ഉപകാരം, വസ്തു തന്നതല്ല ഉപകാരം. അതനുഭവിപ്പാൻ നിന്റെ പ്രാണനെ ദൈവം നിർത്തിയല്ലോ. അതോർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ സ്വന്തം പറ.
പരിശുദ്ധാത്മാവിന്റെ മകൻ ഇടപെടുന്നു. എന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു. മരണം മുമ്പിൽ കണ്ടവരുടെ ഇരിപ്പില്ലേ, എന്നാൽ നിന്നെ രക്ഷിപ്പാൻ ആരുമില്ലായിരുന്നു. നിന്റെ വീട്ടുകാർക്ക് നിന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ലായിരുന്നു. നിന്റെ സൃഷ്ടാവായ ദൈവം അറിഞ്ഞു വന്ന് നിന്നെ രക്ഷിച്ച വിധങ്ങൾ ഓർത്ത് വാ തുറന്ന്, അടുത്തിരിക്കുന്നവരെ നോക്കരുത്, വാ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നിന്റെ തലമുറ ജനനത്തിൽ മരിക്കേണ്ടതാ. നിന്റെ തലമുറ ഗർഭത്തിൽ വെച്ച് മരിക്കേണ്ടതാ. തലമുറയെത്തുന്ന മരണത്തിൽ ദൈവം വിടുവിച്ചെങ്കിൽ മമ്മിയുടെ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം പറ. എന്താ ദൈവം നിനക്ക് ചെയ്ത ഉപകാരം? ഏറ്റവും വലിയ ഉപകാരം, നിന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചു. ആമേൻ പറ. നീ മരിക്കേണ്ട വ്യക്തിയാ. നിന്റെ കൂടെ പഠിച്ചവരെന്തിയെ? നിന്റെ അയൽവാസികൾ എന്തിയെ? നിനക്ക് വന്ന സെയിം വിഷയം പലരുടെയും ജീവിതത്തിൽ വന്നു, പക്ഷെ അവരൊന്നും ഭൂമിയിലില്ല. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഇടപെടുന്നു. ആയുസ്സോട് ആരോഗ്യത്തോടെ ദൈവം നിന്നെ നിർത്തിയെങ്കിൽ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം പറ. എന്റെ പ്രാണനെ മരണത്തിൽ വിടുവിച്ചല്ലോ. അടുത്തത്, എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് എന്റെ കാലിനെ ഞാൻ എന്തു പകരം കൊടുക്കും? എന്തൊന്ന് പകരം കൊടുക്കാൻ? ഈ ആയുസ്സിൽ എന്തു കൊടുത്താലും തീരത്തില്ല. അത്രയ്ക്ക് ഉപകാരമാണ് ദൈവം നിനക്ക് ചെയ്തത്. ഇപ്പോൾ ഈ ഹോളിനകത്ത് നീ ഇരിക്കുന്നത് ദൈവത്തിന്റെ ഉപകാരമാണ്. ആമേൻ പറ കുഞ്ഞെ. കഴിഞ്ഞ രാത്രി നീ കിടന്നു, എല്ലാരും കിടന്നു, പക്ഷെ പ്രഭാതത്തിൽ പലരും എഴുന്നേറ്റില്ല. ദൈവമാ നിന്നെ കൊണ്ടുവന്നത്. എന്ത് കർത്താവിനോട് ചോദിക്കുന്നു, എന്ത് നീ തിരിച്ചു തരും? എന്ത് തരും? വാ തുറന്ന് സ്തോത്രം കൊടുക്ക്, ദൈവത്തിന് നന്ദി കൊടുക്ക്. ഇന്ന് ഞാൻ അനുഭവിക്കുന്നതെല്ലാം ദൈവത്തിന്റെ ദാനമാത്രേ. ഉറമന ശമന ഹതഘടക. ആ വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ദൈവം എനിക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് ഞാൻ എന്തു പകരം കൊടുക്കും? പക്ഷെ ഒരു കണ്ടീഷൻ ദൈവാത്മ പറയുന്നു. 103-ാം സങ്കീർത്തനം 2-ാം വാക്യം. ദൈവം ചെയ്ത ഉപകാരങ്ങൾ എന്ത് ചെയ്യരുത്? ഉറക്കെ പറഞ്ഞാട്ട്, ഉറക്കെ പറ. ഒരു മനുഷ്യനല്ല നിന്നെ രക്ഷിച്ചത് കുഞ്ഞെ, ദൈവമാ നിന്നെ രക്ഷിച്ചത്. മധ്യസ്ഥന്മാർക്ക് നിന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ല. വീട്ടുകാർക്ക് നിന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ല. നീ ആശ്രയിക്കുന്ന ഈ ഭൂമിയിൽ ജീവശ്വാസമുള്ള ഒരു മനുഷ്യന് നിന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ല. ദൈവത്തിന് മാത്രമേ നിന്നെ രക്ഷിപ്പാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു, ദൈവം ചെയ്ത ഉപകാരം നീ എന്ത് ചെയ്യരുത്? ഉറക്കെ പറഞ്ഞാട്ട്, മറക്കരുത്, മറക്കരുത്. എങ്ങനെ നിനക്ക് വാപൂട്ടിയിരിക്കാൻ പറ്റും? എങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കാൻ പറ്റും? എങ്ങനെ താടിക്ക് കൈതൊടുക്കിയിരിക്കാൻ പറ്റും? ദൈവം നിന്റെ വീട്ടിൽ ചെയ്ത ഉപകാരം ഓർക്കുമ്പോൾ എങ്ങനെ നിനക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റും? ഇന്ന് പകൽ വാ തുറന്ന് സ്വോത്രം പറ, വാ തുറന്ന് സ്വോത്രം പറ. ഇന്ന് പകൽ ആത്മാ പറയും, നീയും ദൈവവുമായിട്ടുള്ള ബന്ധമാ. സംഗീതകാരൻ പറയുന്നു, അവന്റെ ഉപകാരങ്ങളൊന്നും ഓർക്ക പറ. ഉപകാരം മറക്കരുത്, മറക്കരുത്. അങ്ങനെ മറന്നുപോയ ആരെങ്കിലും ബൈബിളിലുണ്ടോ? അതുകൊണ്ട് ഒരു വ്യക്തിയെ ഞാൻ എടുക്കാൻ പോയി. എന്നിട്ട് ഈ 116-ാം സങ്കീർത്തനത്തിൽ വന്ന് ഒരു ദൂതനെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പോവാം. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 32-ാം അധ്യായം 25-ാം വാക്യം. 2 ദിനവൃത്താന്തം 32-25. 2 ദിനവൃത്താന്തം 32-25. തനിക്ക് ലഭിച്ച ഉപകാരത്തിനൊത്തവണ്ണം നടക്കാതെ നിഗളിച്ചുപോയി. ആമേൻ പറ. ഒരു രാജാവിന്റെ കഥയാ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഒരു യോഗ്യതമില്ലാത്ത യെഹെസ്കേലിനെ രാജകൊട്ടാരത്തിൽ ദൈവം കൊണ്ടുവന്ന്, ഞാൻ ആ ഭാഗം വിവരിക്കുന്നില്ല, അവൻ ആവശ്യമുള്ളതെല്ലാം ദൈവം കൊടുത്തു. സമ്പത്ത് കൊടുത്തു, ഉയർച്ച കൊടുത്തു, മാന്യത കൊടുത്തു. ദേശക്കാരുടെ നടുവിൽ, വീട്ടുകാരുടെ നടുവിൽ
തലയെടുപ്പോടെ ദൈവം നിർത്തി. പക്ഷേ 24-ാം വാക്യം ഒന്ന് വായിച്ച്. ആ കാലത്ത് ആ. യെഹെസ്കേയാവിന് മരണകരമായ ദീനം പിടിച്ചു. ആ അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു. ആ അതിന് അവൻ ഉത്തരം അരുളി, ആ. ഒരു അടയാളവും കൊടുത്തു. എന്നാൽ യെഹെസ്കേയാവ് തനിക്ക് ലഭിച്ച ഉപകാരത്തിനൊത്തവണ്ണം ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവത്തെ മറന്നു നീ പോകരുത്. നീ ദൈവത്തെ മറന്നു പോയാൽ അപകടമാ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഹോളിൽ ഇരിക്കുന്നവരും ലൈവിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരോടും ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്ന ദൂത്, യെഹെസ്കേയാവിന് ദൈവം ചെയ്ത ഉപകാരങ്ങളെ മറന്നുപോയി. ആമേൻ പറ. എന്താ സ്തോത്രം പറയുന്നത്? ആമേൻ പറ. ദൈവം നിനക്ക് ചെയ്ത ഉപകാരങ്ങൾ എന്ത് ചെയ്യരുത്? ഓർക്ക പറ. വചനം തെറ്റുപറ്റാത്ത പരിശുദ്ധ വചനം പറയുന്നു, തനിക്ക് ലഭിച്ച ഉപകാരത്തിന് തക്കവണ്ണം നടക്കാതെ എന്ത് ചെയ്തു? നിഗളിച്ചു. ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു പാപമാ നിഗളം. ഞാൻ പറയും, സൗന്ദര്യം കണ്ട് നിഗളിക്കരുത്, കുഞ്ഞുങ്ങളെ കണ്ട് നിഗളിക്കരുത്, ആരോഗ്യം കണ്ട് നിഗളിക്കരുത്. ഇന്നത്തെ ദൈവാത്മാവ് ദൂത് പറയുന്നു, അതെല്ലാം നശ്വരമാ. നീ എന്തിനാ കണ്ട നിഗളിക്കുന്നേ? ഈ ഭൂമിയിൽ നിനക്ക് നിഗളിക്കാൻ ഒന്നുമില്ല. നിഗളിക്കാൻ ഒന്ന് മാത്രം, മരിക്കണ്ട എന്നെ ജീവൻ തന്ന് നിർത്തിയ ദൈവത്തിന്റെ കടുതലോർത്ത് ഇന്ന് നീ ആരെ കണ്ട നിഗളിക്കുന്നേ? ആരെ കണ്ട നിഗളിക്കുന്നേ? ഞെളിയാതെ ഭയപ്പെടുക. കാരണം ഇന്നത്തെ പേപ്പർ വായിച്ച എത്ര പേരുണ്ട്? വർത്തമാന പത്രങ്ങളിൽ നിൽക്കുന്ന മനുഷ്യൻ പടഞ്ഞു വീഴുക. ഇന്ന് പറഞ്ഞ ഞാനൊരു ദൂത് പറയാം, ഈ ഭൂമിയിൽ നിഗളിക്കാൻ ഒന്നേ ഉള്ളൂ, ദൈവത്തെ കണ്ട്. ഇവിടെ വന്ന് വാ തുറന്ന് സ്വന്തം പറ, ദൈവത്തെ കണ്ടു നിഗളിക്ക. ആമേൻ, ആമേൻ. പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി ദൂതെന്ന് പറയുന്നു. തെറ്റുപറ്റാത്ത ഞാനെന്താ പറയുന്നത്? പരിശുദ്ധ വചനം പറയുന്നു, യെഹെസ്കേയാവിന് ദൈവം ചെയ്ത ഉപകാരങ്ങളെ അവൻ മറന്ന് നിഗളിക്കാൻ തുടങ്ങി. കുഞ്ഞേ, ദൈവത്തെ മറന്നു നിഗളിക്കരുത്. ദൈവത്തെ മറന്നു നീ പോകരുത്. ദൈവത്തെ വിട്ടു നീ പോകരുത്. ദൈവമാണ് നിനക്ക് ആയുസ് തന്നത്. ദൈവമാണ് നിനക്ക് ആരോഗ്യം തന്നത്. ദൈവമാണ് നിനക്ക് തലമുറയെ തന്നത്. ദൈവമാണ് നിനക്ക് ബലം തന്നത്. നന്ദിയുള്ള ഹൃദയത്തോടെ അല്പസമയ ദൈവത്തിന് ആരാധന കൊടുക്കുക. ദൈവം ഇന്ന് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു ക്യാരക്ടർ ഏതാണ്? നിഗളം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ സഭാരൂപത്തിൽ ദൈവവചനം പിടിച്ചോണ്ട് ഞാൻ പറയാം, നിഗളിക്കരുത്. ഒന്നുമില്ല. താഴ്മ ധരിക്കുക. താഴ്മയുള്ളവർക്ക് അകൃപാഹം. താഴ്മയ്ക്ക് ബെസ്റ്റ് എക്സാമ്പിൾ ആരാ? യേശു. യേശുവിനൊരു ആവശ്യവുമില്ല ശിഷ്യന്മാരുടെ കാല് തുടയ്ക്കാൻ. അരയിൽ റൂമാല് കെട്ടി ശിഷ്യന്മാരുടെ കാല് കഴുകി തുടക്കിയ. ഇന്ന് പകൽ ആത്മാവ് ഇടപെടുന്നു. താഴ്മയുള്ളവർക്ക് ദൈവം പ്രതിഫലം തരും. വാ തുറന്നു സ്വത്രം പറ. മനുഷ്യൻ നിന്നെ നിന്ദിക്കും, മനുഷ്യൻ നിന്നെ പരിഹസിക്കും. ദൈവം പറയുന്നു, താഴ്മയോടെ നിൽക്ക്. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരുപ്പി. 25-ാം വാക്യം ഒന്ന് വായിച്ചോ. 25-ാം വാക്യം. എന്നാൽ യെഹെസ്കേയാവ് തനിക്ക് ലഭിച്ച ഉപകാരത്തിന് അടുത്തവണ നടക്കാതെ നിഗളിച്ചുപോയി. ഞാനിത് പ്രസംഗിക്കാൻ വന്നതല്ല, ദൈവാത്മാവിനോട് പറഞ്ഞു പറയാൻ. ഈ സഭയിൽ കൂടുന്ന ഒറ്റ വ്യക്തി പോലും, ലൈവിലൂടെ ഭൂലോകത്തിൽ എവിടെ നിന്ന് എന്റെ പ്രസംഗം കേൾക്കുന്ന ആരും പോലും ഒരിക്കലും ഈ ഭൂമിയിൽ നമ്മൾ നിഗളിക്കരുത്. ആമേൻ പറ. ആമേൻ പറ കുഞ്ഞെ. എന്ത് കണ്ടോണ്ടാണ്? 10 ലക്ഷം രൂപ എന്റെ ബാങ്കിലുണ്ട്. 1 മിനിറ്റ് കൊണ്ട് അത് തീരും. ഒന്നും നിഗളിക്കാനില്ല. വാ തുറന്ന് പറ, കർത്താവേ, എല്ലാം നിന്റെ ദയ.
വാതുറന്ന് പറ, എല്ലാം നിന്റെ കരുണ. അർഹതയില്ലാത്ത സ്ഥാനത്ത് എന്നെയും എന്റെ കുഞ്ഞുങ്ങളെ നിർത്തിയത് കൊണ്ട് വാതുറന്ന് സ്വതന്ത്രം പറ. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കരഞ്ഞിട്ടില്ലേ? ഒരു തുണിയൊന്നും മാറി ഉടുക്കാൻ നീ കരഞ്ഞിട്ടില്ലേ? ചോർന്നൊലിക്കുന്ന പെരയ്ക്കകത്ത് രാത്രിയിൽ എഴുന്നേറ്റിരുന്ന് മാറി മാറി പാത്രം വെച്ച് ആമേ ആമേ. എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് രാത്രി 12 മണിക്കും 1 മണിക്കും വർഷങ്ങൾക്ക് മുമ്പ് എഴുന്നേറ്റിരിക്കും. മഴ പെയ്യുമ്പോൾ മാറി മാറി കട്ടിൽ പിടിച്ചിടും. ഒരു രാത്രി പോലും ഉറങ്ങാതിരുന്ന അനുഭവം എനിക്കുണ്ട്. രാത്രി സഹികെട്ടി കാറിനകത്ത് പോയി കിടന്ന അനുഭവം ആമേൻ 5 വർഷങ്ങൾക്ക് മുമ്പുണ്ട്. എന്നാൽ ഇന്ന് പകൽ ഞാൻ ദൈവാത്മാവിൽ തൂന്നു പറയാം, ഇന്ന് വരെ കൈവിടാതെ നിർത്തിയ ദൈവത്തിന്റെ കരുതൽ ഓർത്ത് വാതുറന്ന് സ്വതന്ത്രം പറ. പലരും നിന്നെ വിടക്കം നിന്നിയില്ലേ? എല്ലാവരും നിന്നെ തള്ളിയില്ലേ? തള്ളിയവരുടെ നടുവിൽ നിന്നെ ഉയർത്തിയ ദൈവത്തെ ഓർത്ത് അല്പസമയം നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിൽ ആരാധന കൊടുക്കാം. ഒരു നല്ല ആഹാരം കഴിക്കാൻ കൊതിച്ചിട്ട് വിഷമിച്ച അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിലില്ല. ഇന്ന് മൂക്കമുട്ട തിന്നുമ്പോൾ ഓർത്തോണം, ദൈവത്തെ മറന്നുപോകരുത്. ഒരു നല്ല വസ്ത്രമില്ലാഞ്ഞിട്ട് മാറി മാറി വസ്ത്രമിട്ട അനുഭവം നിന്റെ ജീവിതത്തിലില്ലേ? നന്ദിയുള്ള ഇത് പ്രസംഗിക്കുമ്പോൾ കണ്ണുനീര് വീണോണം. ഈ വചനം കേൾക്കോ, ദൈവം പറഞ്ഞു നിഗളിക്കരുത്. നിഗളിക്കുന്നത് അപകടമാ. സ്വതന്ത്രം പറ. വളരെ ഭയത്തോടെ എല്ലാവരും ഇന്ന് പകല് ഭൂതേറ്റെടുക്കണം. ആമേൻ ആമേൻ. സ്വതന്ത്രം പറഞ്ഞു. എന്താ യെഹസ്കിയാവിന് കൊടുത്ത ഉപകാരം? 28 മേലത്തെ വാക്യം, 24 വാക്യം. മരിക്കത്തക്ക രോഗം പിടിച്ചു. മെഡിക്കൽ സയൻസിന് രക്ഷയില്ല. ആമേൻ പറ. ഇവിടെ നമ്മുടെ ചുറ്റുപാടിൽ കേരളത്തിൽ അല്ലെ വേൾഡിൽ എത്രയോ നല്ല ഹോസ്പിറ്റലുകളുണ്ട്. അവർ അവരുടെ മാക്സിമം ചെയ്യും. എന്നിട്ട് അവസാനം ഡോക്ടർമാർ പറയും നിങ്ങൾ ദൈവത്തോട് എന്ത് ചെയ്യണം. ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ കേട്ടവരിവിടെ ഇരിപ്പില്ലേ? ഇല്ലേ? ദൈവത്തോട് നിങ്ങൾ എന്ത് ചെയ്യണം? കാരണം ജീവൻ ആരുടെ പാണ്ഡത്തിലാണ്? ദൈവം നിശ്ചയിച്ച സമയത്ത് ഈ ഭൂമിയിൽ നിന്ന് മാറിപ്പോകും. ആമേൻ പറഞ്ഞു. പ്രാർത്ഥിച്ച് കരഞ്ഞു. 15 വർഷം കൂടെ നീട്ടിക്കൊടുത്തു. എനിക്ക് വേറെ ദൂതെടുക്കണം, സമയം പോകുന്നു. പക്ഷെ 15 വർഷം കൊടുത്തപ്പോൾ ആരെയും മറന്നു. പുറത്തെ പറ. എല്ലാവരും ശ്രദ്ധിച്ച്. ആയുസ് ദൈവത്തിന്റെ ദാനം, ആരോഗ്യം ദൈവത്തിന്റെ ദാനം. നീ കണക്ക് കൂട്ടി നീ മരിച്ച, പക്ഷെ ആയുസ് ദൈവം നീട്ടി തന്നു. അതുകൊണ്ട് ദൈവാത്മാവ് ഇന്ന് ശാന്തമായിട്ട് പറയുന്നു, അവരെ നോക്കരുത്. പ്രസംഗിക്കുന്ന എന്നെ നോക്കരുത്. ഈ വിടുതൽ വ്യക്തിപരമാണ്. ഭാര്യയും ഭർത്താവും വന്നാലും വ്യക്തിപരമാണ് വിടുതൽ. നിന്നെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. പലതും നിന്റെ ജീവിതത്തിൽ ദൈവം കൂട്ടിത്തരുമ്പോൾ അറിയാതെ മനസ്സിൽ നിഗളം വരരുത്. നീ പറയണം, യേശുവേ, ദാവീദ് എന്താ പറയുക, ഇത്രത്തോളം എന്നെ കൊണ്ടുവരാൻ ഞാനും. എല്ലാവരും ഒന്ന് പറഞ്ഞേ, പറ. സ്വതന്ത്രം പറയാനല്ല, ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ ഞാനും എൻ്റെ കുടുംബവും എന്തുള്ളൂ. പറ. ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ ഞാനും എൻ്റെ കുടുംബവും. അനുഭവമുള്ള പലരും ഇരിപ്പുണ്ട്. അനുഭവമുള്ളവർ ലൈവിലൂടെ എന്നെ കേൾക്കുന്നുണ്ട്. ദൈവം പറയുന്നു, ദൈവത്തെ നിഗളിക്കരുത്. പ്രാർത്ഥിച്ച് സ്വതന്ത്രം ചെയ്തു. 15 വർഷം നീട്ടിക്കൊടുത്തു. പക്ഷെ ദൈവം നോക്കിയപ്പോൾ 15 വർഷം നിഗളിച്ചു. അർഹിക്കാത്ത നന്മ ദൈവം തരുമ്പോൾ മനസ്സ് താമോണം. സ്വതന്ത്രം പറ. ഞാൻ എല്ലായിടത്തും പറയും, കുഞ്ഞെ, 2 നില വീട് വെക്കുന്നതല്ല വലിയത്, വില കൂടിയ വണ്ടി മേടിക്കുന്നതല്ല വലിയത്. സ്വതന്ത്രം പറ. ദൈവം നിന്റെ കൂടെ നിൽക്കുന്നതാ വലിയത്. എത്രയോ പേര് കടത്തെണ്ണയിൽ, ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ കടത്തെണ്ണയിൽ
ടാർപ്പ കെട്ടി വലിച്ച് പലരും കിടന്നുറങ്ങുന്നു. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു ന്യൂസ് വന്നു. ഹോട്ടലിൽ നിന്ന് ആൾക്കാര് കഴിച്ചിട്ടിരുന്ന വേസ്റ്റ് പോയി തിന്നുന്ന ഒരമ്മയും കുഞ്ഞും. ഈ അനുഭവം നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? വേസ്റ്റ് കൊണ്ടിടുന്നത് കഴുകിയെടുത്ത് ഒരു കുഞ്ഞിനെ കൊണ്ട് തിന്നുക. എന്ന് പറഞ്ഞ് ഞാനൊരു ദൂത് പറയാം, നിങ്ങൾ ഈ കേതാമയം പറഞ്ഞു. യേശുവിന്റെ നാമത്തിൽ നീ സമർപ്പിക്കുക. കർത്താവേ, ഞാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞു. എനിക്കറിയാം ഈ ഹോളിനകത്ത് ദൈവസാന്നിധ്യമുണ്ട്. ദൈവമക്കൾ കൂടി വരുന്നത് എന്താ? വളർന്നു പറ. ദൈവസാന്നിധ്യമാണ് ഇവിടെ. ദൈവസാന്നിധ്യമാണ്. ദൈവം പറയുന്നു, ദൈവത്തിന് നിന്നെ വേണം. അതിനാ ദൈവം നിർത്തിയത്. ദൈവത്തിന് നിന്റെ തലമുറ വേണം. ദൈവത്തിന് വേണം നിന്നെ. അതിനുവേണ്ടിയ ദൈവം തന്നെ ഇന്നയോളം പിടിച്ചു നിർത്തിയത്. അതുകൊണ്ട് ഈ വചനത്തിൽ വായിക്കുന്നു, രഹസ്യാവ് വിഘടിച്ചുപോയി. അടുത്ത വചനം വായിച്ചാൽ പോവാം. വായിച്ചേ. അതുകൊണ്ട് അവന്റെ മേലും യെഹൂദയുടെ മേലും യെരൂശലേമിൻ മേലും കോപമുണ്ടായി. കോപിച്ചു ദൈവം. നികളം വന്നാൽ ആ നിമിഷം വഴിയടയും. നിഗളിക്കുന്നവനെ ദൈവം വെട്ടിക്കളയും. അടുത്ത വാക്യം. എങ്കിലും തന്റെ ഗർവത്തെ കുറിച്ച് യെഹൂദയും യെരൂശലേം നിവാസികളും ഞങ്ങളെ തന്നെ താഴ്ത്തി. അതുകൊണ്ട് യഹോവയുടെ വചനം കേൾക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഉറക്കെ പറ. ആര് പ്രസംഗിച്ചാൽ വചനം ദൈവത്തിൻ്റെതാണ്. ഒരു വയസ്സുള്ള കുഞ്ഞ് എഴുന്നേറ്റ് ഒരു വചനം പറഞ്ഞാലും വചനം ദൈവത്തിൻ്റെതാണ്. ആ വചനത്തിന് മുമ്പിൽ നമ്മൾ മുട്ടുമടക്കണം. അവിടെയാണ് ദൈവം ചലിക്കുന്നത്. ഞാൻ അങ്ങനെ നിന്നു പോകും. സമയം പോകുന്നു. ഇനി 116 സങ്കീർത്തനത്തിലേക്ക് വന്നേ. ദൈവം ചെയ്ത ഉപകാരം മറക്കരുത്. 10 ഞാൻ വലിയ കഷ്ടതയിലായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. അടുത്ത ഭാവം മരിക്കട്ടെ. ഞാൻ വലിയ കള്ളം പറയുന്നവരെന്നും കള്ളം പറയും. പോസ്റ്റ് പറയുന്നവരെന്നും പോസ്റ്റ് പറയും. പക്ഷെ അവരുടെ വാക്ക് കേട്ട് നീ വിഷമിക്കരുത്. സ്വത്രം പറ. അടുത്ത ദൂത വരുന്നത്. അവർക്ക് വായിച്ചോടി 10 വാക്യം. ഞാൻ വലിയ ദാവീദ് പറയും, ഞാൻ വലിയ കഷ്ടതയിലായെന്ന്. ആരാ പറഞ്ഞത്? മറ്റുള്ളവര്. എന്തൊക്കെയാ പറയുന്ന കള്ളത്തരങ്ങള്? എന്തൊക്കെയാ നിന്നെപ്പറ്റി നുണ പറയുന്നേ? പക്ഷെ ദൈവം പറഞ്ഞു, പറയുന്നവർ പറയട്ടെ, നീ മിണ്ടാതിരിക്കാൻ. പറഞ്ഞവരുടെ നടുവിൽ ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തുന്ന ദൈവമുണ്ടെന്ന് ഈ സമാജത്തിൽ ദൂത് പറയുമ്പോൾ എത്ര ചെയ്യും? ഞാൻ വലിയ കഷ്ടതയിലായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ആദ്യം കേട്ടപ്പോൾ വിശ്വസിച്ചു. അങ്ങനെ ദാവീദേ, ഇനി നിനക്ക് ഈ രക്ഷയില്ല. നീ പകരും, നീ മുടിയും, നീ ഗതി പിടിക്കത്തില്ല. ദാവീദിനെ പറ്റി ഒത്തിരി അടിച്ചു പറഞ്ഞു. ഇതാദ്യം കേട്ടപ്പോൾ ദാവീദ് എന്ത് ചെയ്തു? ഉറക്കെ പറ. വിശ്വസിച്ചു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഒരു കള്ളം കേൾക്കുമ്പോ, ഒരു ചതിവ് കേൾക്കുമ്പോൾ വിശ്വസിച്ചു. പക്ഷെ അടുത്ത വാക്യത്തിൽ ദാവീദ് പറയുന്നുണ്ട്, അപ്പോൾ ദൈവമുഖത്തേക്ക് നോക്കിയപ്പോൾ ദാവീദ് പറഞ്ഞു, ഇവരെല്ലാം എന്നെ പറ്റി എന്തു പറയുക? ആ വാക്യം വെച്ച് സകല മനുഷ്യരും പറയാ, ഇന്ന് പകൽ ദൂത് പറയാം. ആര് നിന്നെ പറ്റി എന്തൊക്കെ പറഞ്ഞാലും ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നു, അതാ നിനക്ക് വലിയത്. അനുഭവമുള്ളവർ വാങ്ങുന്ന ശ്വാസം പറയട്ടെ. അയ്യോ, കഷ്ടപ്പോയല്ലോ. എല്ലാരും ദാവീദിനെ പറ്റി അതും പറഞ്ഞപ്പോൾ ആദ്യം ദാവീദ് വിശ്വസിച്ചു. അടുത്ത വചനം. അപ്പോൾ കുറച്ചു കഴിഞ്ഞ് ദൈവ സാന്നിധ്യത്തിന് മുമ്പിൽ വന്നപ്പോൾ ദാവീദ് പറഞ്ഞു, ഇവരെന്നെ പറ്റി പറഞ്ഞതെല്ലാം കളോ. ആമേ പറഞ്ഞു. നിന്നെ പറ്റി എന്തു പറഞ്ഞാലും നീ മുട്ടുമടക്കി പ്രാർത്ഥിക്ക. ദൈവം നിനക്ക് വേണ്ടി സഹിക്കാൻ പോവാ. എത്ര പേര് വാ തുറന്ന് സ്വത്രം പറയും? ഞാൻ
പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നു, മറ്റുള്ളവരുടെ വാക്കല്ല ദൈവത്തിന് വേണ്ടത്, നിന്റെ വാക്കാ ദൈവത്തിന് വേണ്ടത്. പറയുന്നവർ അവിടെ കിടന്ന് പറയട്ടെ, പ്രവർത്തിക്കുന്നവർ അവിടെ കിടന്ന് പ്രവർത്തിക്കട്ടെ. നിന്റെ വാക്കിന്റെ മുൻപിൽ സ്വർഗ്ഗം ചലിക്കുമെന്ന് ഈ സഭായോഗത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടുക. അത് പൗലോസ് എഴുതിയിട്ടുണ്ട്, വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൽ പൗലോസ് ആ വിഷയം എഴുതിയിട്ടുണ്ട്. അതോടെ പറഞ്ഞിട്ട് ഞാൻ ഇരിക്കാൻ വേണ്ടി പോവാം. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്ന പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നീ എന്ത് വിശ്വസിക്കുന്നു അത് നീ പറ. ആമേൻ പറ. ആമേൻ പറ. മറ്റുള്ളവരുടെ വാക്കല്ല വലിയത്. നീ എന്ത് വിശ്വസിക്കുന്നു അത് നീ വാതുറന്ന് പറ. നീ വിശ്വാസത്തോടെ ഇന്ന് മകൾ പറ, ഒരു ദൈവ പ്രവൃത്തി നടക്കുമെന്ന് പറ. എന്റെ ദൈവം എന്നെ കൈവിടത്തില്ലെന്ന് പറ. എന്റെ ദൈവം എന്നെ മറക്കത്തില്ലെന്ന് പറ. ഇവിടെ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? സംസാരിച്ചു. 116-ാം സങ്കീർത്തനം അവിടെ കോട്ട് ചെയ്തിരിക്കുന്ന ചെറിയ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. നീ വിശ്വസിക്കുന്നത് നീ പറയണം. ആമേൻ പറ. ഇതാ ഇന്ന് പകൽ എന്നെ പറ്റി എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു വിഷയമല്ല. ഞാൻ വിശ്വസിക്കുന്നത് പോലെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ബോധ്യമുള്ളവരെന്ന് സ്വോത്രം പറഞ്ഞ് വാതുറന്ന് സ്വോത്രം പറ. വീട്ടുകാർ പറയട്ടെ, നാട്ടുകാർ പറയട്ടെ, ബന്ധുക്കൾ പറയട്ടെ, പക്ഷെ ദൈവം പറഞ്ഞു നീ വാതുറന്ന് പറ. നീ വാതുറക്കുമ്പോൾ നിന്റെ വാക്കിന്റെ മുൻപിൽ ദൈവം ചലിക്കും. വിശ്വാസമുള്ളവരുടെ മക സ്വോത്രം പറയട്ടെ. എത്ര പേര് പലരും നിന്നെ പറ്റി പറഞ്ഞിട്ടില്ലേ? ഇനി നീ രക്ഷപ്പെടത്തില്ല. ഈ കയത്തിനകത്ത് നീ അകപ്പെടും. ഇനി നീ ഉയർച്ച പ്രാപിക്കത്തില്ല. പക്ഷെ പറഞ്ഞവരുടെ വാക്കിനെ എല്ലാം ദൈവം വെട്ടിമാറ്റി. 2024 ജൂൺ മാസം 2-ാം തീയതി വരെയും നിന്റെ വീട്ടിൽ ആളുപോലെ എണ്ണത്തിൽ കുറയാതെ ദൈവം നിർത്തിയ വിധങ്ങളോട്ട് ഞാൻ പറയാതെ തന്നെ സ്വന്തം പറ. പറഞ്ഞവരെന്തിയേ? അവര് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. നീ വാഴോട് പ്രാർത്ഥിക്കാം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ജയമെടുക്കുന്നു. പണ്ടൊരു പാസ്റ്റർ പറഞ്ഞു, കുടത്തിന്റെ വാ കേട്ടാം, മനുഷ്യന്റെ വാ പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ നീ വാ തുറന്ന് നിന്റെ കാര്യം ദൈവത്തോട് പറ. നിനക്ക് ആരുമായിട്ടാ ബന്ധം? വാ തുറന്ന് പറ. ദൈവമായിട്ടാ ബന്ധം. ദൈവമായി ഇതിനകത്ത് നിന്നെ കൊണ്ടുവന്നത്. ദൈവമായിട്ടാ നിനക്ക് ബന്ധം. നീ വാ തുറന്ന് പറഞ്ഞോ, ദൈവം ചലിക്കാൻ പോവാ. ഇവിടെ ദാവീദ് പറഞ്ഞു, ഞാൻ കഷ്ടതയിലായപ്പോൾ എല്ലാവരും പറഞ്ഞു തീർന്നു. ഇത്തിരി നെഗറ്റീവ് എടുക്കുന്നില്ല ദാവീദിനെതിരെ സംസാരിക്കും. പക്ഷെ അല്പസമയം കഴിഞ്ഞപ്പോൾ ദാവീദ് തന്നെ പറയുന്നു, ഒരു കള്ളം പറയാം, ദൈവം എന്നെ കൈവിട്ടിട്ടില്ല. ദൈവം കൈവിടാത്തതിന്റെ തെളിവ് എന്താണ്? നീ ഇവിടെ ഇരിക്കുന്നതാണ്. അതൊരു സ്വന്തം പറ. കൈവിടുന്നവർ കൈവിടട്ടെ, തള്ളുന്നവർ തള്ളട്ടെ, മറക്കുന്നവർ മറക്കട്ടെ. ദൈവം നിന്നെ കൈവിട്ടിട്ടില്ല. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവം നിന്നെ കൈവിട്ടിട്ടില്ല. ആമേൻ പറഞ്ഞു. അതുകൊണ്ട് ദൈവാത്മ പറയുന്നു, ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? നിങ്ങൾ എന്താ വിശ്വസിക്കുന്നത്? എന്താ നിങ്ങൾ വിശ്വസിക്കുന്നത്? നീ വിശ്വസിക്കുന്നു നീ പറയണം. അതൊന്ന് സ്വന്തം. നീ എന്ത് വിശ്വസിക്കുന്നു അത് നീ പറയണം. ബൈബിൾ മുഴുവൻ പഠിച്ചു. പുതിയ നിയമത്തിൽ കർത്താവ് അത്ഭുതം ചെയ്തത്, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. നീ പറയുന്നത് ദൈവം ഏറ്റെടുക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മ പറയുന്നു, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു, വിശ്വാസത്തോടെ കാര്യം തുറന്നു പറ. ദൈവം നിനക്ക് വേണ്ടി ചലിക്കാൻ പോവാം. ഇവിടെ 1-2 വാക്യം കൂടെ ഉണ്ട്, ഞാൻ വേഗത്തിൽ നിർത്താൻ വേണ്ടി ആഗ്രഹിക്കുക. 2 കൊരിന്ത്യർ 4:10 എന്ന് വായിച്ച 10 കൊണ്ട് യേശുവിന്റെ ജീവൻ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. അടുത്തത് ഞങ്ങളുടെ മറ്റു ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങളെല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു.
ഇത് പറഞ്ഞിട്ട് പൗലോസ് പറയാണ്, അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. ആമേൻ പറ. എന്നിട്ട് പറയുന്നു, ഞാൻ വിശ്വസിച്ചു. ഞാൻ വിശ്വസിച്ചു. ഞാൻ എന്ത് ചെയ്തു? എന്താ നീ വിശ്വസിക്കേണ്ടത്? അവരും പറഞ്ഞ വാക്കല്ല, ദൈവവചനം വിശ്വസിക്കാൻ. പറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. ആര് കൈവിട്ടാലും ഞാൻ നിന്നെ കൈവിടത്തില്ല. ഞാൻ നിന്നെ മാർബോട് ചേർത്തണയ്ക്കുമെന്ന് പറഞ്ഞില്ല വിളിച്ചിറക്കിയത്. ശ്രദ്ധിച്ച്, ഞാൻ നിങ്ങളെ അനാഥരായി അങ്ങനെ പറഞ്ഞ ഇറക്കിയത് അല്ലേ? ഇന്ന് വരെ കൈവിട്ടോ? വാറന്ന് പറ. മനുഷ്യരാ, രോഗം വരും. മനുഷ്യനാ, ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ വരും. പക്ഷെ ദൈവം കൈവിട്ടോ? ഞാൻ നിന്നെ അനാഥനായി ഒരിക്കലും കൈവിടത്തില്ലെന്ന് പറഞ്ഞ വിളിച്ചിറക്കിയത്. ഞാൻ തന്നെ ഇടത്തോടെ ഇന്ന് പകൽ ചോദിക്കാം, തുണിക്കും മറുതുണി ഇല്ലാത്തവന് ഒരു ഡ്രസ്സ് കൊടുക്കണം, നല്ല പ്രവർത്തി ചെയ്യണം. അതാണ് നേരത്തെ പാടിയത്, നഗ്നനായിട്ട് ഞാൻ വന്നു, നഗ്നനായി തന്നെ പോകും. ഈ ഭൂമിയിൽ ഒന്നും നമ്മൾ എന്ത് ചെയ്യത്തില്ല, കൊണ്ടുപോകത്തില്ല. അതുകൊണ്ട് ഈ സഭായോഗത്തിൽ നിന്റെ കഷ്ടതയുടെ നടുവിൽ ഞാൻ നിന്റെ കൂടെയുണ്ട്. ഇന്ന് പകൽ കേട്ട ദൂത് എത്ര പേരെ ഏറ്റെടുക്കും? ആ വചനം എത്ര പേരെ ഏറ്റെടുക്കും? താഴ്മയോടെ ദൈവങ്ങളിലേക്ക് നമ്മളെ ഞങ്ങളുടെ കർത്താവേ, ലൈവായിട്ട് ഈ ചർച്ചിലിരുന്ന് വചനം കേട്ട ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പ്രാണനെ മരണത്തിന്ന് വിടുവിച്ചവൻ, ഞങ്ങളുടെ കണ്ണിനെ കണ്ണുനീരിന്ന് വിടുവിച്ചവൻ, ഞങ്ങളുടെ കാലിനെ വീഴ്ചയിൽ രക്ഷിച്ചവൻ യേശുവപ്പ, ഞങ്ങൾ എന്തു പകരം തരും? ഈ ജന്മം പകരം കൊണ്ട് തീരത്തില്ല. നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങക്ക് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, ഞങ്ങളുടെ ചർച്ചിലുള്ള എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വിവിധ രാജ്യങ്ങളിൽ ഇരുന്ന് ഈ മെസ്സേജ് കേട്ട ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവിക വിടുതൽ സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ. നല്ല പിതാവേ.